നല്ലവനും വിശ്വസ്തനുമായ നമ്മുടെ കർത്താവിൻ്റെ നാമത്തിന് വാഴ്വുകൾ. അനുഗ്രഹീതമായ സന്ധിയിൽ നമുക്ക് പിന്നെയും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, തിരുവചനവുമായി തിരുപ്പാദങ്ങളിൽ ഇരിപ്പാൻ ദൈവം കൃപ ചെയ്തതോർത്ത് സ്തോത്രം. ഇതിൽ സംബന്ധിക്കുന്നതും പിന്നീട് ഞങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതുമായ എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. കർത്താവിൻ്റെ സന്നിധിയിൽ നാം വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 4, 5, 6 വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് 3-4 വിഷയങ്ങൾ എടുത്ത് പഠിക്കുകയാണ്. അതിൽ മരിച്ചവരുടെ പുനരുത്ഥാനം, അതിലെ ഒന്നാം പുനരുത്ഥാനവും മരിച്ചവരുടെ പുനരുത്ഥാനവും അതേപ്പറ്റി നമ്മൾ ലളിതമായിട്ട് കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയത് ന്യായവിധിയെക്കുറിച്ച് പഠിക്കുവാനാണ്. ന്യായവിധി, അതിൽ ന്യായവിധിയുടെ ഒരു നിർവചനമാണ് നമ്മൾ മുഖവുരയായിട്ട് കണ്ടത്. സ്തോത്രം. അതിൽ ചില പദങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി യേശുക്രിസ്തു എന്ന മൂന്നാമൻ എന്ന് പറഞ്ഞ് ത്രിയേകത്വമായിട്ട് ഇതിനെ തട്ടിക്കരുത്, ന്യായവിധിയുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാവൂ. യേശുക്രിസ്തു എന്ന മൂന്നാമതൊരാള് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ കേട്ട് അറിഞ്ഞ് നിഷ്പക്ഷതയോടെ വിധിക്കുന്ന ഒരു പ്രക്രിയ. ഏറ്റവും ലളിതമായി ന്യായവിധിയെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ക്രിസ്തു നിഷ്പക്ഷമായി ദൈവത്തിൻ്റെ ഇഷ്ടവും പ്രമാണങ്ങളും വെച്ചുകൊണ്ട് മനുഷ്യരുടെ ജീവിതത്തെ വിലയിരുത്തി നടത്തുന്ന ഒരു വിധി, ആ ഒരു പ്രക്രിയ. ഇപ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, മധ്യസ്ഥത അണയ്ക്കുന്നു, പക്ഷവാദം ചെയ്യുന്നു. നമ്മുടെ സാധാരണപ്പെട്ട ഭാഷയിൽ പറഞ്ഞാൽ വക്കീല. ഇപ്പോഴേശു അഡ്വക്കേറ്റ്. അങ്ങനെ തന്നെയാണ് യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നതും. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ വേണം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. കാര്യസ്ഥൻ. അടുത്ത വാചകം കൂടെ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. സ്തോത്രം. അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിക്കൊണ്ട്, പ്രൊപ്പീഷിയേഷൻ ആയിക്കൊണ്ട് യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി കാര്യസ്ഥനാണ്. അവിടെ അർത്ഥം വിവക്ഷ വക്കീൽ എന്നാണ്. അഡ്വക്കേറ്റ്. അപ്പോൾ യേശുക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥനാണ്, കാര്യസ്ഥനാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിനും വേണ്ടി പ്രായശ്ചിത്തവുമാണ്. വക്കീലിന്റെ പണി നമുക്കറിയാം. ആ വക്കീലിനെ ആശ്രയിക്കുന്ന, വക്കീൽ ഭാഷയിൽ പറഞ്ഞാൽ കക്ഷിക്ക്, ആ വക്കീലിനെ നമ്പുന്ന, ആശ്രയിക്കുന്ന കക്ഷിക്ക് അവൻ വാദിയാകാം, പ്രതിയാകാം. ഇവിടെ പക്ഷെ എല്ലാം പ്രതികളെ ഉള്ളൂ.
ഈ വക്കീലിന്റെ അടുക്കൽ വാദിയായിട്ട് ആരും ചെല്ലാറില്ല, സകലരും പ്രതികളാണ്. അവിടെ വാദി ദൈവവും മനുഷ്യർ മുഴുവനും പ്രതികളുമാണ്. ഓക്കെ, സ്തോത്രം. അപ്പം വക്കീലിന്റെ പണി വക്കീലിനെ ആശ്രയിക്കുന്ന കക്ഷി അല്ലെങ്കിൽ പ്രതി, ക്രിമിനൽ, അക്യൂസർ, ആരോപി, സ്തോത്രം, അക്യൂസർ അല്ല, അക്യൂസ്ഡ്, ആരോപി. ഈ ആരോപി, ഈ ആരോപണ വിധേയൻ, ഈ കുറ്റവാളി, ഈ കക്ഷി എത്ര കുറ്റക്കാരനാണെന്ന് വക്കീലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഒരു പറച്ചിലുള്ളത്, വക്കീലിനോടും ഡോക്ടറോടും കണക്കുമാഷോടും കള്ളം പറയരുതെന്ന്. മാത്സ് ടീച്ചറോടും കള്ളം പറയരുതെന്ന്. ഞങ്ങളുടെ മാത്സ് ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിച്ചത് കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹോംവർക്ക് തരും, ഞങ്ങൾ കോപ്പി അടിച്ചുകൊണ്ട് ചെല്ലും, ഉത്തരവും അതിൻ്റെ വഴിയെല്ലാം ശരിയാ. ഇത് തന്നെ നോടാ ചെയ്തേ, ആന്ന് സാറേ, എന്നാ ഇങ്ങ് വാടാ, ബോർഡേ ചെയ്യടാ. കോപ്പി അടിച്ചുകൊണ്ട് വന്ന് ഞാൻ എങ്ങനെ സാറിന്റെ മുമ്പിൽ, സ്റ്റുഡൻസിന്റെ എല്ലാവരുടെ മുമ്പിൽ ചെന്ന് ബോർഡിൽ കണക്ക് ചെയ്യുന്നത്? മുട്ടിടിക്കും. അന്ന് ഈ ട്രൗസർ ഇടുന്ന പ്രായമല്ലേ. ബോർഡെ തിരിഞ്ഞ് നിന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതാനൊക്കത്തില്ലല്ലോ, ഇങ്ങനെ ചോക്കം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂരൽ കൊണ്ട് പുറകിൽ നിന്ന് നല്ല അടി അടിക്കും. അടി കിട്ടുമ്പോഴാ ചൂരലിന്റെ ആ ചൂളം കേൾക്കുമ്പോഴാ, അപ്പോഴത്തേക്കിനും അടി വീണ് കഴിയും, മിക്കവാറും ഒക്കെ കാല് പൊട്ടും. അപ്പൊ പറയുന്ന, എടാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറിനോടും വക്കീലിനോടും കണക്കുമാഷോടും കള്ളം പറയരുത്. ഡോക്ടറോട് കള്ളം പറഞ്ഞാൽ മരുന്ന് മാറും, ചികിത്സ വേറെയാകും. വക്കീലിനോട് കള്ളം പറഞ്ഞാൽ കേസ് തോക്കും. കണക്കുമാഷോടാണെങ്കിൽ ഇതാ ഗതി. പറഞ്ഞതിന് സാരം, വക്കീലിനോട് അപരാധി അവന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തും. അതുപോലെ തന്നെയാണ് ഇപ്പം മിക്കവാറൊക്കെ ഈ CA-ക്കാരോടും എല്ലാ കാര്യങ്ങളും പറയും. ദൈവത്തോട് പോലും പറയാത്ത കാര്യങ്ങളൊക്കെ CA-ക്കാരോട് പറയും. പോട്ടെ, അത് നമ്മുടെ ഭാഗമല്ല. അപ്പം വക്കീലിനോട് ഈ കുറ്റവാളി, ഈ ആരോപണ വിധേയൻ, ഈ പ്രതി, അക്യൂസ്ഡ്, അവൻ കാര്യങ്ങളൊക്കെ പറയും. അപ്പം അവൻ എത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വക്കീലിനറിയാം. എന്നാലും വക്കീൽ എന്താ ചെയ്യുന്നത്? തൻ്റെ കക്ഷിയെ ന്യായീകരിക്കുക, തൻ്റെ കക്ഷിയുടെ പക്ഷം തിരിഞ്ഞു നിന്ന് വാദിക്കുക. അതിനാണ് പക്ഷവാദം. വെറും ഒരു മധ്യസ്ഥതയല്ല. മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ന് യേശു മധ്യസ്ഥനായി, മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി ചെയ്യുന്നത്, ഇന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയാണ്. നമ്മുടെ പക്ഷം പിടിച്ച പിതാവിനോട് നമുക്ക് വേണ്ടി വാദിക്കുന്നു. നമ്മുടെ തെറ്റുകൾ അറിയാഞ്ഞിട്ടല്ല, നമ്മുടെ വീഴ്ചകൾ മനസ്സിലാകാഞ്ഞിട്ടല്ല, നമ്മുടെ പാപങ്ങളെ വ്യക്തമായി അറിഞ്ഞിട്ടും, നമ്മുടെ മുഴുവൻ വീഴ്ചകളും മനസ്സിലാക്കിയിട്ടും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായതുകൊണ്ട്, നമുക്ക് വേണ്ടി, നമുക്ക് പകരവും നമുക്ക് വേണ്ടിയും നമ്മുടെ പാപത്തിൻ്റെ സകല ശിക്ഷകളും സഹിച്ചതുകൊണ്ട്, വഹിച്ചതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്നു. എന്നാൽ ഈ വക്കീലിന്
എത്രയും പെട്ടെന്ന് ഒരു പ്രൊമോഷൻ ലഭിക്കാൻ പോവാ. സ്തോത്രം. വക്കീല് ന്യായാധിപന്റെ കോഴ്സൊക്കെ കഴിഞ്ഞയാളാ, പാസ്സായിരിക്കുന്നയാളാ. അപ്പോയിന്റ്മെന്റ് മാത്രം വന്നാൽ മതി, നിയമനം മാത്രമേ ബാക്കിയുള്ളൂ. നിയമനം കഴിഞ്ഞതാണ് ഒരർത്ഥത്തിൽ. പക്ഷേ ആ നിയമന ജോയിനിങ് ഡേറ്റ് മാത്രം, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആ കമ്മീഷനിങ്, ആ ഒരു ദിവസം മാത്രം ബാക്കിയുണ്ടെന്നേ ഉള്ളൂ. സ്തോത്രം. എത്ര വിദഗ്ധനായ വക്കീലും എത്ര ദയാലുവായ വക്കീലും, നമുക്കറിയാമല്ലോ, പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്ന് നമ്മുടെ മുംബൈയിൽ വന്ന് സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടെ ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, തെരുക്കോണുകൾ ഉൾപ്പെടെ ഉള്ളിടത്തൊക്കെ ആളുകൂടി എല്ലായിടവും നടന്ന് തുരുതുര വെടിവെച്ച് മനുഷ്യരെ കൊന്ന അജ്മൽ കസബിനെ, തീവ്രവാദിയെ ഉൾപ്പെടെ നമ്മുടെ ഇന്ത്യയിൽ വിസ്തരിച്ചപ്പോൾ അവനു വേണ്ടിയും അവനെ ന്യായീകരിക്കാൻ, അവനെ കുറ്റത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഒരു ഇന്ത്യൻ വക്കീൽ വന്നേ പറ്റൂ, അവന് വേണ്ടി വാദിക്കാൻ വന്ന കാര്യം. അപ്പോൾ അങ്ങനെ എത്ര ഹീനകൃത്യങ്ങൾ ചെയ്ത തൻ്റെ കക്ഷിയെയും ന്യായീകരിച്ച് കുറ്റവിമുക്തനാക്കുന്ന ഒരു പരിപാടിയാണ് ഒരു വക്കീൽ ചെയ്യുന്നത്. എന്നാൽ ആ വക്കീൽ, അതേ വക്കീൽ വേണമെങ്കിൽ അതേ കോടതിയിൽ തന്നെ ന്യായാധിപനായാലോ. ഈ പഴയ നമ്മുടെ വക്കീലാണ് ഇപ്പൊ ന്യായാധിപൻ, സാരമില്ലെന്നും പറഞ്ഞ് ചെന്നാൽ വല്ല ഗതിയുണ്ടോ? നേരെ വിപരീതമല്ലേ ഇവർ തമ്മിൽ, അല്ലെങ്കിൽ ഇവരുടെ ഉത്തരവാദിത്വങ്ങൾ? സ്തോത്രം. ഒരു വക്കീൽ ഒരപരാധിയെ എങ്ങനെയും ന്യായീകരിച്ച് കുറ്റവിമുക്തനും ശിക്ഷാമുക്തനുമാക്കുന്നു. പക്ഷേ ഒരു ന്യായാധിപൻ നേരെ തിരിച്ച, ഏതൊരു കുറ്റവാളിയുടെയും കുറ്റം തെളിയിച്ച് അതിനനുസരിച്ച് അവന് ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ്. ഇവിടെ യേശുക്രിസ്തുവിനെ നമുക്ക് അതുപോലെ മനസ്സിലാക്കാം. ഇന്ന് കർത്താവ് സകല ജാതി മതസ്ഥർക്കും വേണ്ടി തൻ്റെ രക്തം കൊണ്ട് പ്രായശ്ചിത്തമായിരിക്കുന്നു. യേശു തൻ്റെ ചങ്കിലെ ചോരയെ, തൻ്റെ ജീവനെ, തൻ്റെ പ്രാണനെ സകല മനുഷ്യർക്കും വേണ്ടി യാഗമാക്കി. സകല മനുഷ്യർക്കും വേണ്ടി. അതിൽ യേശുവിൽ വിശ്വസിക്കുന്നവനെന്നോ വിശ്വസിക്കാത്തവനെന്നോ ഭേദമില്ല, യഹൂദനെന്നോ യവനെന്നോ ഭേദമില്ല, ദാസനെന്നോ യജമാനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഓരോ ഭേദഭാവങ്ങളുമില്ലാതെ സകല മനുഷ്യർക്കും വേണ്ടി, മുഴുമാനവജാതിക്കും വേണ്ടി യേശു തന്നെ താൻ യാഗമാക്കി. അതാണ് പ്രായശ്ചിത്തം എന്നുള്ളതിന്റെ അർത്ഥം. എന്നാൽ എത്രയും പെട്ടെന്ന് യേശു ന്യായാധിപനായി മാറും. മഹാപുരോഹിത ശുശ്രൂഷ കർത്താവിൻ്റേത് നിർത്തും. സ്തോത്രം. പിതാവിന്റെ വലഭാഗെ നിന്ന് എപ്പോൾ അവൻ എഴുന്നേൽക്കും എന്ന് നോക്കിയാൽ മതി. ആ നിമിഷത്തെക്കുറിച്ച് ആർക്കും അറിവില്ല, ദൂതന്മാർക്ക് പോലും അറിയില്ല. അതാണ് മോശ ആവർത്തനം 29 അവസാന വാക്യത്തിൽ പറഞ്ഞത്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയാണ്. അത് ദൈവം മറച്ചു വച്ചിരിക്കുന്നു, ദൂതന്മാർക്ക് പോലും അതേപ്പറ്റി അറിവില്ല. സ്തോത്രം.
നമുക്കും ആർക്കും അറിയില്ല. പക്ഷേ മഹാപുരോഹിത ശുശ്രൂഷ യേശുവിൻ്റെത് തീർന്നാലുടൻ കർത്താവ് ന്യായാധിപനായി മാറുകയാണ്. പിന്നെ അവൻ ആരെയും രക്ഷിക്കുവാനായിട്ടല്ല, എല്ലാവർക്കും അർഹമായ ശിക്ഷ നൽകുവാനായിട്ടാണ് നിയമിതനാകുന്നത്. സ്തോത്രം. പ്രത്യേകിച്ച് മരിച്ചവർക്ക് യേശു കർത്താവിൻ്റെ മഹാപുരോഹിത വൃത്തി തികച്ച ശേഷവും യേശു രക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആരെയും രക്ഷിക്കത്തില്ല എന്ന് അടച്ചു പറയാൻ പറ്റില്ല. കർത്താവ് സഭയെ ചേർത്തനന്തരം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യഹൂദജാതിയെ രക്ഷിക്കുന്നുണ്ട്. മഹാപീഡന കാലത്തിലൂടെ, അർമഗദ്ദോൻ യുദ്ധത്തിന്റെ സമയത്ത്, അതെല്ലാം നമ്മൾ വിശദമായിട്ട് നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, മരിച്ചവരെ പിന്നീട് ന്യായം വിധിക്കുന്ന ഒരു ന്യായ കർത്താവായി യേശു മാറുകയാണ്. അപ്പോ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത വൃത്തി തികച്ചതിന് ശേഷം പിതാവിനോട് നമുക്കാർക്കും വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാനോ പക്ഷവാദം ചെയ്യുവാനോ യേശു ഇല്ല. പിന്നെ യേശു ന്യായാധിപനാണ്. യഹൂദ ജാതിയെയും രക്ഷിക്കുന്നെന്ന് പറഞ്ഞെങ്കിലും അതിനു മുമ്പ് അവർക്ക് ന്യായം വിധിച്ച ആ ന്യായവിധിയിലൂടെയാണ് അവരെ രക്ഷിക്കുന്നത്. ആ ന്യായവിധിയിലൂടെയാണ്. അപ്പോൾ യേശു ന്യായാധിപനായി തീരുന്നു എന്നതാണ് നാം ഇവിടെ കണ്ടത്. സ്തോത്രം. യേശു ന്യായാധിപനാകുന്നതിനുള്ള ഏറ്റവും അടിസ്ഥാന യോഗ്യത, ഹൂ ഈസ് ജഡ്ജ്, ന്യായാധിപനാര് എന്നുള്ളത് നമ്മൾ കണ്ടു. യേശുക്രിസ്തുവാണ് ന്യായാധിപൻ എന്ന് നമ്മൾ ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നാം ആ കാര്യം കണ്ടു. സ്തോത്രം. ആരാണ് ന്യായാധിപൻ? ക്രിറ്റീസ് എന്ന് വിളിക്കും. KRIT ലോങ് ES, ക്രിറ്റീസ്. നാം ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് ദൈവം ന്യായാധിപനാണ്. ദൈവം ന്യായാധിപനാണ്. എബ്രായ ലേഖനം 12:23, ഹീബ്രൂസ് 12:23. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും. എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും. ദൈവത്തെ ന്യായാധിപനായി വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. ഒത്തിരി ഭാഗങ്ങളുണ്ട്. നമ്മ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ പോകുന്നില്ല. റോമാലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം, റോമൻസ് 2:16. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ വിധിക്കുന്ന നാളിൽ തന്നെ ദൈവം. സ്തോത്രം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാം നാം കാണുന്നത് ദൈവം
ന്യായം വിധിക്കുന്നു എന്നുള്ളതാണ്. അതെ, ദൈവം ന്യായാധിപതിയാണ്. നാം അത് വേദപുസ്തകത്തിന്റെ ആദ്യ താളുകൾ മുതലേ കാണുന്ന കാര്യമാണ്. ദൈവം ന്യായാധിപതി. അതേക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ആ ഒരു പ്രസ്താവന മതിയാവും. ഗാഡ് ഈസ് ദ ജഡ്ജ്. ഗാഡ് ഈസ് ദ ജഡ്ജ്. ഇനിയും നമ്മൾ നോക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം, 5:22, ജോൺ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ജഡ്ജ് ആര്? ന്യായാധിപൻ ആര്? രണ്ടാമത്തെ ഉത്തരം ക്രിസ്തു, പുത്രൻ, ദൈവപുത്രനാണ് ന്യായാധിപൻ. ദൈവമാണ് ന്യായാധിപൻ. എന്നാൽ ഇവിടെ നാം കാണുന്നു, ന്യായവിധിയെല്ലാം ദൈവം ആർക്ക് കൊടുത്തിരിക്കുന്നു? പുത്രൻ. പുത്രൻ. അതിനോട് ചേർത്ത് അതിന്റെ 27-ാം വാക്യവും കൂടെ, 27. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു തന്നെ ഈ കാര്യം പറയുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാനുള്ള അധികാരം ദൈവം ക്രിസ്തുവിന് നൽകിയിരിക്കുന്നു. യേശുക്രിസ്തു ന്യായാധിപൻ, അല്ലെങ്കിൽ യേശുക്രിസ്തു മുഖ്യ ന്യായാധിപൻ. അതിനുള്ള കാരണം 27-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. അവൻ മനുഷ്യപുത്രൻ ആണ്. മനുഷ്യപുത്രനാകയാൽ. കാരണം ന്യായം വിധിക്കുന്നത് അധികവും മനുഷ്യരെയാണ്. ദൂതന്മാരെ വിധിക്കാൻ യേശുവിന് അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യത്വം സ്വീകരിക്കേണ്ട ആവശ്യം ഇല്ല. ദൂതനെ വിധിക്കാൻ ദൈവം ദൈവമായിരുന്നുകൊണ്ട് തന്നെ പറ്റും. മനുഷ്യനെ വിധിക്കാനും പറ്റാഴിയൊന്നുമില്ല. പക്ഷേ അത് നീതിയുള്ള ന്യായാധിപന് നീതിയായിട്ട് തോന്നിയില്ല എന്നേ ഉള്ളൂ. മനസ്സിലായോ? ദൈവത്തിന്റെ ദൈവത്വത്തിൽ മനുഷ്യനെ ന്യായം വിധിക്കുന്നതിന് ഒരു പരിമിതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായക്കേടോ ഇല്ല. പക്ഷേ സത്യവാനും വിശ്വസ്തനും നീതിമാനുമായ ദൈവത്തിന് അത് അത്ര നീതിയുള്ളതായിട്ട് തോന്നിയില്ല. മാത്രമല്ല, ഏതെങ്കിലും മനുഷ്യൻ, കാരണം ക്രിസ്തു അല്ലെ ദൈവം ന്യായം വിധിക്കുന്നിടത്തും സാത്താന് പോലും അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ന്യായവിധി സമയത്ത് നീതിയുള്ള ന്യായാധിപൻ കുറ്റവാളികൾക്ക് അവരുടെ പക്ഷം വയ്ക്കുന്നതിനുള്ള അനുവാദവും കൊടുക്കും. അങ്ങനെ തങ്ങളുടെ പക്ഷം വയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഒരാരോപണം ഉന്നയിക്കാം. ദൈവമേ, അങ്ങ് ദൈവമല്ലേ? കേവലം അങ്ങ് കയ്യിലെടുത്ത് ഊതിയ പൊടിയായ ഞങ്ങളിൽ നിന്ന് ആ സെന്റൻസ്, ആ വാചകം പൂർത്തീകരിക്കുക പോലും വേണ്ട, സ്വർഗം ന്യായാധിപൻ അത് പൂർത്തീകരിച്ചോളും. അങ്ങനെ പോലും വന്നാൽ അത് ദൈവസിംഹാസനത്തിന് ഒരു കളങ്കമാണ്.
ഞങ്ങളുടെ ബലഹീനത അങ്ങേക്കറിയില്ലല്ലോ, ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങളുടെ സ്വഭാവം അങ്ങേക്ക് അനുഭവജ്ഞാനമില്ലല്ലോ എന്നൊക്കെ പോലും ഈ മനുഷ്യർ ദൈവത്തിനെതിരെ വാദം ഉന്നയിക്കാം. ന്യായാധിപന് വേണമെങ്കിൽ അവരെ മിണ്ടാതെയാക്കി നരകത്തിൽ വിടാം. നരകത്തിൽ കിടന്നുകൊണ്ടും ഈ മനുഷ്യർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ദൈവമഹത്വത്തിന് അത്ര ഭൂഷണമല്ല. അതുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ പിറക്കുകയും ആ മനുഷ്യത്വത്തിൽ വെളിപ്പെട്ട ദൈവം തന്നെ, ദൈവരൂപം തന്നെ, ദൈവത്തിലെ ആ വ്യക്തി തന്നെ ന്യായവിധി നടത്തട്ടെ എന്ന് ദൈവം തൻ്റെ ദൈവത്വത്തിലും പരമാധികാരത്തിലും പരിജ്ഞാനത്തിലും തീരുമാനിച്ചു. അങ്ങനെയാണ് യേശുക്രിസ്തു മനുഷ്യപുത്രൻ ആകയാൽ അവന് ന്യായം വിധിക്കുന്നതിനുള്ള അധികാരം നൽകി എന്ന് വായിക്കുന്നത്. അതുപോലെ തന്നെ 2 തിമോത്തിയോസ് 4:1 ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ചു. യേശുക്രിസ്തു മനുഷ്യരെ മാത്രമല്ല വിധിക്കുന്നത്. ഇനി മനുഷ്യരെ തന്നെയാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല, മരിച്ചവരെയും ന്യായം വിധിക്കും. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന ന്യായാധിപന് മറ്റൊരു യോഗ്യത കൂടെ അനിവാര്യമായിരുന്നു: മരണവും കൂടെ ആസ്വദിക്കുക. അപ്പോ യേശുക്രിസ്തുവിനെ ന്യായാധിപനാക്കുന്ന പ്രധാനപ്പെട്ട 2 യോഗ്യതകളാണ് ഇത്. യേശുവിൻ്റെ മനുഷ്യത്വം, 2 മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അത് നമ്മൾ 1 പത്രോസ് 4:5 കാണുന്നുണ്ട്. 1 Peter 4:5. 1 പത്രോസ് 4:5. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്തോത്രം. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വായിച്ച അതേ ആശയം പത്രോസും അവിടെ പറയും. അപ്പോസ്തലപ്രവൃത്തികൾ 10:42 10:42 ആക്സ്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്തിൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു. സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവിടെയും ഇതേ കാര്യം തന്നെയാ പറയുന്നത്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപനായി നിയമിക്കപ്പെട്ടവൻ യേശു. ഇവിടെയെല്ലാം നാം കാണുന്നത് യേശുക്രിസ്തുവിനെ ന്യായാധിപനാക്കുന്ന യോഗ്യതകളാണ്. പ്രധാനപ്പെട്ട 3 യോഗ്യതകൾ: 1 ദൈവപുത്രൻ അഥവാ യേശുവിൻ്റെ ദൈവത്വം, 2 മനുഷ്യപുത്രൻ അഥവാ യേശുവിൻ്റെ മനുഷ്യത്വം, 3 മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ. സ്തോത്രം. The basic, these are the 3 qualifications that make Jesus the judge: his divinity, humanity, and resurrection. നമ്മൾ
അപ്പോസ്തല പ്രവൃത്തികൾ 17:31 നിന്ന് ഈ കാര്യം നേരത്തെയും കണ്ടിട്ടുണ്ട്. 17:31 താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ്. ന്യായാധിപനായി ദൈവം നിയമിച്ച പുരുഷൻ അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ ന്യായവിധിയുടെ ഉറപ്പ് നമുക്ക് നൽകിയിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരെയും വിധിക്കാം, മരിച്ചവരെയും വിധിക്കാം. മനുഷ്യരെയും വിധിക്കാം, മനുഷ്യരല്ലാത്ത ഇതര സൃഷ്ടികളെയും വിധിക്കാം. ഈ 3 യോഗ്യതകൾ ധാരാളം. ദൈവമാണ്, മനുഷ്യനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്, മരിച്ചിട്ട് ഉയർത്തവനാണ്. സ്തോത്രം. മറ്റ് യോഗ്യതകൾ ഇനിയുണ്ട്. പരിശുദ്ധനാണ്, നീതിമാനാണ്, വിശ്വസ്തനാണ്, സത്യവാനാണ്, ഇങ്ങനെ പോകുന്നു ആ യോഗ്യതകൾ. അതെല്ലാം തൻ്റെ ദൈവത്വത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതായതുകൊണ്ട് വേറെയായിട്ട് നമ്മൾ എടുത്ത് പഠിക്കുന്നില്ല. ദൈവത്വം എന്ന ആ ഒരൊറ്റ യോഗ്യതയിൽ ആ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ന്യായാധിപൻ നാം ഇവിടെ പ്രധാനമായിട്ടും ദൈവത്തെ ന്യായാധിപനായി കാണുന്നു. എന്നാൽ രണ്ടാമത് യേശുക്രിസ്തുവിനെ. കാരണം യേശുക്രിസ്തുവിന്റെ 3 അടിസ്ഥാന യോഗ്യതകൾ കൂടാതെ ഒരു ലക്ഷ്യവും കൂടെയുണ്ട്. യേശുക്രിസ്തുവിനെ ന്യായാധിപനാക്കിയതിൽ ദൈവം യേശുക്രിസ്തുവിനെ ന്യായവിധിയെല്ലാം ഏൽപ്പിച്ചതിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് നമ്മൾ യോഹന്നാൻ 5:22 വായിച്ചത്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതുണ്ട്. അപ്പം യേശുക്രിസ്തുവിന് ന്യായവിധിയുടെ അധികാരം കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം യേശുക്രിസ്തുവിന്റെ മഹത്വമാണ്. യേശുക്രിസ്തുവിന്റെ മഹത്വം. ഇപ്പൊ ന്യായാധിപൻ ആരാണെന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. അതിനുള്ള കാരണങ്ങളും ഉദ്ദേശവും പ്രധാനമായിട്ടുമുള്ളത് കണ്ടു. മറ്റൊന്ന് ദൈവിക നിയമനമാണ്. ദൈവിക നിയമനം, ഡിവൈൻ ഓർഡിനേഷൻ, ഡിവൈൻ അപ്പോയിന്റ്മെന്റ്. പല കാര്യങ്ങളുണ്ട്, നമ്മൾ എല്ലാറ്റിലേക്കും പോകുന്നില്ല. ഇപ്പൊ നമ്മൾ വായിച്ച 31-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികൾ 17:31 വാക്യം, 17:31 ആക്ട്സ്. നമ്മൾ അവിടെ ദൈവിക നിയമനങ്ങളെ കുറിച്ച് കണ്ടു. പ്രധാനപ്പെട്ട 3 നിയമനങ്ങൾ അവിടെയുണ്ട്. 3 ഓർഡിനേഷൻസ്. ഒന്ന് ജഡ്ജ്മെന്റ്, ന്യായവിധി ദൈവം നിയമിച്ചിരിക്കുന്നു. 2 ന്യായവിധിക്കായിട്ട് ഒരു ദിവസം നിയമിച്ചിരിക്കുന്നു. 3 ന്യായാധിപനെ നിയമിച്ചിരിക്കുന്നു. 3 അപ്പോയിന്റ്മെന്റ്സ്. അതിന്റെ കൂടെ എബ്രായ ലേഖനം 9:28 കൂടെ വായിച്ചോളൂ. 9:28 ഹീബ്രൂസ്.
ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ 27 വായിച്ചു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ മരണം, ന്യായവിധി. നമ്മളിവിടെ മരണം തൽക്കാലം എടുക്കുന്നില്ല, ന്യായവിധി മാത്രമേ നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നുള്ളൂ. 3 നിയമനങ്ങൾ. ന്യായവിധിക്കൊരു ദിവസം, ന്യായാധിപൻ. സ്തോത്രം. ന്യായാധിപൻ. ഈ നിയമനങ്ങളെല്ലാം നാം ഇവിടെ കാണുന്നു. ന്യായവിധിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ന്യായവിധിയുടെ സമയം എന്നർത്ഥം കേട്ടോ. ന്യായവിധി തന്നെ ദൈവം നിയമിച്ചിരിക്കുന്നു സകല മനുഷ്യർക്കും, യാതൊരു വ്യത്യാസവും ഇല്ലാതെ. ഒരിക്കൽ മരിക്കുക, പിന്നെ ന്യായവിധിയും. ആർക്കൊക്കെ? സകല മനുഷ്യർക്കും. ഇപ്പൊ മനുഷ്യനായി പിറന്നിട്ടുള്ള മാനവജാതിയിലെ സകല അംഗങ്ങൾക്കും എന്നർത്ഥം. ഈ നിയമനങ്ങൾ മാറ്റമില്ലാത്തവയാണ്. സ്തോത്രം. ഇതുപോലെയുള്ള ഒരു നിയമനമായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. അത് നമ്മൾ പത്രോസിന്റെ പ്രസംഗത്തിൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ മുൻ അറിവിനും മുൻ നിർണയത്താലും മുൻ അറിവിനാലും നിർണയിച്ചതുപോലെ. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ വീണ്ടെടുപ്പിനായി ദൈവം നിർണയിച്ച നിർണയം, അതേ പ്രകാരം നമ്മുടെ ന്യായവിധിയുടെയും ഒരു നിർണയം ഇവിടെ നടത്തിയിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ ഈ 3 നിയമനങ്ങൾ നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച് ന്യായവിധി ദിവസം, ന്യായവിധി കർത്താവ് അല്ലെങ്കിൽ ന്യായാധിപൻ. സ്തോത്രം. ഇത്രയും കാര്യങ്ങളെ വ്യക്തമാണോ? എങ്കിൽ നാമും എല്ലാവരും ഈ ന്യായാധിപന്റെ മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. സകലർക്കും, ജീവിച്ചിരിക്കുന്നവർക്കും, ജീവികൾക്കും എന്നിവിടെ പറഞ്ഞത് ജീവികളെന്ന് കരുതരുത് കേട്ടോ. മലയാളത്തിലെ തർജ്ജമയിൽ വന്നപ്പോൾ ജീവികൾ എന്ന് അങ്ങ് വന്നുപോയതാ. ജീവിച്ചിരിക്കുന്നവർക്കും എന്നാണ് അർത്ഥം. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ മുമ്പൊരിക്കൽ ചോദിച്ചായിരുന്നു ആരോ ആ ചോദ്യം, എല്ലാ ജീവികൾക്കും അപ്പം ഈച്ചയും പൂച്ചയും ഒക്കെ ന്യായം വിധിക്കുമോ? അല്ല, അങ്ങനെയുള്ള ജീവികളെ അല്ല നമ്മൾ 2 തിമോത്തിയോസ് 4:1 കണ്ടത്. ജീവിച്ചിരിക്കുന്നവർക്കും എന്നർത്ഥം. മരിച്ചവർ എന്നതിൻ്റെ വിപരീതം എന്നേ ഉള്ളൂ. അല്ലാതെ ജീവജാലങ്ങൾ എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ അങ്ങനെ ഒരു ന്യായവിധി നാൾ വരുന്നു എന്ന് അറിഞ്ഞ് നമുക്കും കണക്ക് കൊടുക്കാനായിട്ട് ഒരുങ്ങാം. സ്തോത്രം. ക്രിസ്തു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാകയാൽ ആ കർത്താവുമായി ഇന്ന് നമുക്ക് നല്ലൊരു ബന്ധം ആ വക്കീലുമായിട്ടുണ്ടാകട്ടെ. ന്യായാധിപനാകുമ്പോഴും നമുക്ക് ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഇവിടെ നിർത്തുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ബാക്കി നമുക്ക് അല്ലെങ്കിൽ അതിനുശേഷം ഉള്ള ദിവസങ്ങളിൽ